60 രൂപ. മോള് ബാംഗ്ലൂരിലെ പഠിക്കുന്നു? അല്ല, ഉഗാണ്ടയില്. വേറെ വല്ല അറിയണോ? വിട്ടോ. ഇതെന്തു കോലാടിയത്? കുളിയിൽ തന്നെയൊന്നുമില്ലേ? ഇതാണ് ബാംഗ്ലൂർ സ്റ്റൈൽ. എന്തേ സിമ്പിളായ വസ്ത്രം ധരിക്കുന്ന പെമ്പിളാരെ ആമ്പിളർക്ക് ഇഷ്ടാവില്ലേ? ഇല്ലേ? ഓ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതേ മദറേ. അമ്മേ, അച്ഛൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. എന്താടി? കാശിന് കാര്യം വല്ലതും പറഞ്ഞിരുന്നു? ഇല്ല. എന്താടി? ഒന്നുമില്ല. അമ്മ കഴിക്കാൻ വല്ല എടുത്തേക്ക്. വിശന്നിട്ട് അണ്ടം കത്തുന്നു. എന്താടി? എന്താ മോളെ? പറയാം, അമ്മ ചെല്ലേ. എന്താടി അച്ഛനോട് രഹസ്യം? എന്ത് രഹസ്യം? പിന്നെന്താ അച്ഛൻ വിളിച്ചില്ലേന്ന് ചോദിച്ചേ? അതോ, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. എത്ര കാശ്? എന്തിനാടി? ഒരു തീർത്ഥാടനം ഉണ്ട്. തീർത്ഥാടനോ? ആ, നല്ല കാര്യം. ഇപ്പോഴല്ലേ ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ. എവിടേക്കാടി? ശബരിമല. ശബരിമലയാ? നിനക്കെന്താടി ഭ്രാന്തായോ? ടൂർ പോണ സ്ഥലാണോ ശബരിമല? അമ്മേ, ടൂർ അല്ല, തീർത്ഥയാത്ര. അതന്നെ ചോദിച്ചത്. അമ്മേ, ടൂർ അല്ല, ഇരുമുടി ഏന്തിയ ഒരു തീർത്ഥയാത്ര. ഞാൻ മാത്രല്ല, ബാംഗ്ലൂരിൽ നിന്നുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള 40 ചേച്ചിമാരുണ്ട്. എല്ലാവരും കൂടിയുള്ള ഒരു ഫീമെയിൽ പാക്കേജ്. കാലത്ത് 10 മണിക്ക് വടക്കുന്നാവിന് മുമ്പിൽ നിന്ന് ഞാൻ വണ്ടി കയറും. ഇതിനാണ് ഞാൻ അച്ഛനടുത്ത് പൈസ വെച്ചത്. പിന്നെ വീട് കുടുംബില്ലാത്ത പെണ്ണുങ്ങളെ താളത്തിനുള്ള നീ നിക്കണ്ട. അതിനായി ഇവിടെ 1000 രൂപയും തരില്ല. അല്ലേ എന്താ പെണ്ണിന്റെ അഹമ്മതി? അതിന് അമ്മയുടെ സമ്മതം ആർക്കു വേണം? ഞാൻ അച്ഛന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ശ്രുതി, ശ്രുതി, എന്താ? അച്ഛന്റെ ബിസിനസ് തകർന്നപ്പോ അച്ഛന് വേണ്ടി ഒരുപാട് വഴിപാടുകൾ നേർന്നട്ടാ എല്ലാം ഒന്ന് ശരിയായത്. അച്ഛൻ പറയുന്നത് അച്ഛന്റെ കഴിവുകൊണ്ടാണെന്നാ. അതല്ല, അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാ. അച്ഛനോ വിശ്വാസമില്ല. എന്റെ മോളും കൂടി അങ്ങനെ ആവരുത്. മുത്തശ്ശന്റെ കൂടെ 3 വർഷം ഇരുമുടി ഏന്തി മല ചവിട്ടിയത് ഈ അമ്മ. ആ പുണ്യഭൂമിയിൽ ഇനിയൊരു 20 കൊല്ലൂടും കാത്തിരിക്കാൻ ഈ അമ്മ തയ്യാറാ. അതാണ് വേണ്ടത്. അവിടെയാണ് ഭക്തിയുള്ളത്. അമ്മ ന്യൂസ് ഒന്നും കാണാറില്ലേ? ഇപ്പൊ പണ്ടത്തെ പോലെ ഇഷ്യൂസ് ഒന്നുമില്ല. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയില്ല. എവിടെയും സ്ത്രീകൾക്കാണല്ലോ മുൻഗണന. ഇവിടെ അത് തന്നെയായിരിക്കും വിധി. ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഇത്രയൊക്കെ പറഞ്ഞ അഹങ്കാരത്തിന് കുറവില്ലേ? പറ്റ തള്ളിയൊന്നുമല്ലോ ഇത്ര അധികാരം കാണിക്കാൻ. 2ാമല്ലേ? കൂടുതൽ നെഗളിപ്പ് കാണിക്കല്ലേ? അതൊക്കെ അച്ഛനോട് മതി. ഞാൻ ശബരിമലയിൽ പോകും പോകും പോകും. ഞാൻ ശബരിമലയിൽ പോകും പോകും പോകും.
ഞാൻ ശബരിമലയിൽ പോകും പോകും പോകും. ഞാൻ ശബരിമലയിൽ പോകും പോകും പോകും. ഹലോ ഹലോ, അമ്മ എത്ര കരഞ്ഞാലും വേണ്ടില്ല, ശ്രുതിയുടെ വാക്ക് മാറില്ല. നാളെ ടി വി വെച്ചിരുന്നോ, ബ്രേക്കിംഗ് ന്യൂസ് കാണാം കേട്ടാ. അമ്മേ അമ്മേ, എന്താ? സീൻ കോൺട്രയിലമ്മേ, ബാഗിലിരിപ്പുണ്ട്, അതൊന്ന് എടുത്തരോ. എന്ത്? നാപ്കിൻ. അമ്മയുടെ പൊന്നു മോളല്ലേ, അമ്മ പറയുന്നതൊന്ന് കേൾക്കും. അമ്മ ഒന്നും പറയണ്ട, ശബരിമലയിൽ പോകുന്ന ദിവസമായത് എന്തായാലും നന്നായി. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ വരുന്ന ബാംഗ്ലൂർ ചേച്ചിമാരുടെ കാര്യം എന്തായിരിക്കും? എന്തായാലും ശബരിമലയുടെ ചരിത്രം തിരുത്തി കുറിക്കമ്മേ. എന്തായാലും ശബരിമലയുടെ ചരിത്രം തിരുത്തി കുറിക്കമ്മേ. എന്തായാലും ശബരിമലയുടെ ചരിത്രം തിരുത്തി കുറിക്കമ്മേ. ശ്രുതി, അമ്മയുടെ മോള് ചെയ്ത് തെറ്റാ. അമ്മ കാല് പിടിച്ച് പറഞ്ഞ മോളെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാനുള്ളതാ. അമ്മ മോളെ പാപിയാക്കില്ല. ഒരമ്മയ്ക്ക് ഗതി വരുത്തല്ലേ ഈശ്വര.